ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ പോയ ദിവസം എടുത്തൊരു കുഞ്ഞ് വ്ളോഗാണ്. നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ഒന്നും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഈ ഒരു വ്ളോഗ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനും നിഷായ്ക്കയും അനുമോനും കൂടിയാണ് പോണത്. ജാക്കി പിന്നെ ഞങ്ങൾ എവിടേക്ക് പുറപ്പെട്ടാലും ഫസ്റ്റ് മുന്നിലുണ്ടാവും കേട്ടോ. അപ്പം കുറച്ച് ദൂരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തിരിച്ചു പോയി ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ കൂട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു ടെക്സ്റ്റൈൽസ് കണ്ടോ. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞുടുപ്പ് വാങ്ങണം. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയപ്പോൾ കൊണ്ടു കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും കൊണ്ടു കൊടുത്തിട്ടില്ല. അപ്പോൾ അതേ ഒരു കുഞ്ഞുടുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇതൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്ന കളക്ഷൻസ്. ഇത് വന്നിട്ട് എനിക്കും നിഷാക്കാക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫസ്റ്റ് കാണിക്കുന്ന ബ്ലൂവും വൈറ്റും ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ പിന്നെ നോക്കി, പക്ഷേ ആ ഫസ്റ്റ് എടുത്ത ആ ഒരു ബ്ലൂവും വൈറ്റും തന്നെയാണ് ഇഷ്ടമായത്. അപ്പോൾ അതന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഈ ഒരു ബാബ സൂട്ട് മോഡലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ നമുക്ക് ആ ഒരു ബ്ലൂവും വൈറ്റുമാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. മെറ്റീരിയൽ വന്നിട്ടൊക്കെ അതായിരുന്നു ഒന്നുകൂടി ക്ലോത്തൊക്കെ നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ അതെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ക്ലോത്തൊക്കെ ഒരു കുട്ടികൾക്ക് റഫായൊരു ക്ലോത്ത് പോലെ തോന്നി. അപ്പോൾ നമ്മളത് വേണ്ട വെച്ചു. പിന്നെ ഈ ഒരു പിങ്ക് നല്ല ഭംഗി ഉണ്ടായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ഉതിപ്പുള്ള കളർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതെടുത്തില്ല. പിന്നെ അങ്ങനെ ഇതിലേക്ക് നമ്മൾ ബ്ലൂ ആണല്ലോ എടുത്തത്. ബ്ലൂ ഷൂ നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് എടുത്തു. കോമൺ ആയിട്ട് എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഞങ്ങൾ പോണ ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 മണി ആ ഒരു ടൈമിലൊക്കെ ഉണ്ട്. അപ്പോൾ ചായയുടെ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായക്കുള്ള കടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അനുമോന് പിന്നെ പോകുന്ന വഴി ഏത് കട കണ്ടാലും അവിടെയൊക്കെ ഇറങ്ങി ഓരോ ഐറ്റം മിഠായി വാങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ ഓനക്ക് മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചായക്കടിയും കൂടി അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അനുമോൻ എന്തിനെങ്കിലും വാശി പിടിച്ച് കഴിഞ്ഞാൽ ഓൻ അത് അപ്പം കിട്ടണം കേട്ടോ. പിന്നത്തേക്ക് എടുത്ത് വെക്കാനേ പറ്റൂല. ഓൻ്റെ അബ്ബയാണെങ്കിൽ അത് അപ്പം തന്നെ സഹായിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ചെന്ന പാടെ തന്നെ മാങ്ങ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. നിഷാക്ക് എങ്ങോട്ടാണ് ഈ ഓടണേന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ താത്താടെ കുറേ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നീലമാങ്ങ ഉണ്ടാവില്ല ആ സംഭവം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാങ്ങ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിക്കണം. നിഷാക്ക് ഓടിയത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട് പണി എടുക്കുന്ന ആൾക്കാർ താത്താൻ്റെ തൊട്ടടുത്ത് വീട് പണി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കണ്ടപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഓടിയതാണ് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. തൊട്ടടുത്തല്ലേ ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ തന്നതിൻ്റെ ബാലൻസ് മാങ്ങ എടുത്തിട്ട് താത്ത ഒരു ജ്യൂസ് അടിച്ച് തന്നിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ഈ നീലമാങ്ങ നല്ല ടേസ്റ്റാണ്. കഴിക്കാനായാലും ജ്യൂസ് ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഫ്രൂട്ട്സുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം മാങ്ങ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. കുറേ മാങ്ങ ഉണ്ടായിരുന്നു. പോകുന്നത് വരെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ നിഷായ്ക്ക് അനുമോനും പിറ്റേ ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് എടുത്ത വീഡിയോ അല്ല ഇത്. ഞാൻ അവിടെ പോയതും അവിടെ നിന്ന് വരുന്നത് വരേക്കുള്ള കുറച്ച് വീഡിയോസൊക്കെ പാടെ കൂട്ടിയിട്ടാണ് നമ്മളൊരു വ്ളോഗാക്കിയിട്ട് ചെയ്തത്. അപ്പോൾ നിഷായ്ക്കും അനുമോനും അന്നത്തെ ദിവസം അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. നിഷാദക്കൊക്കെ പോയി പിന്നെ ഏകദേശം ഒരു 4 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ സർക്കിറ്റിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും താത്താൻ്റെ ചെറിയ മോളും അളിയാക്കാൻ്റെ ഏട്ടൻ്റെ കുട്ടിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. താത്താൻ്റെ ഇളയച്ചിൻ്റെ വീട്ടിൽ കണ്ടു പോയിട്ടുണ്ടായിരുന്നത്. തോടും പാടമൊക്കെ കടന്നു പോകണം, നല്ല രസമാണ് അതിന് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു മരത്തിൽ ഒറ്റ നെല്ലിക്ക ഇരിക്കണില്ലേ, ഇതിലൊരു കഥ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഓരോ വീട്ടിലെത്തി കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം അങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നപ്പോഴത്തേക്കും. പിന്നെ ഓലയൊന്നും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചിട്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കും കേട്ടോ. ഇതിപ്പോൾ താല്പര്യം ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ഞാനൊരു അരിനെല്ലിക്കയുടെ കഥ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതുവഴി പോയപ്പോൾ ഒരു മരത്തിൽ ഒറ്റൊരു അരിനെല്ലിക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, വീഡിയോ എടുക്കാനുള്ള ഒരു കൗതുകത്തിൽ പോയപ്പോൾ അതിൻ്റെ ആളെ ഞങ്ങളെ ആട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങളങ്ങനെ ഓടി. ഇതുപോലെ അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. പാടത്തോടെയും തോട്ടുകൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ നമുക്കൊരു കൗതുകമല്ലേ. പറക്കാൻ ചെല്ലുമ്പോൾ ആരെങ്കിലും കാട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ രാവിലത്തെ അടുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. മെനു മദ്രസ വിട്ട് വന്നിട്ടാണോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. മെനു പറയുന്നത് താത്താൻ്റെ ചെറിയ കുട്ടിയാണ്. പിന്നെ ഒരു ഉച്ച ടൈം ആയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തകർത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്നിരുന്ന് മഴയൊക്കെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ചധികം മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ പരട്ടിയിട്ട് കഴിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് മാങ്ങ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പൊതുവേ എനിക്ക് പച്ചമാങ്ങ ഇങ്ങനെ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊന്നും പരട്ടി കഴിക്കണതുകൊണ്ട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കഴിക്കുന്നു മാത്രം. പക്ഷേ ഒരു ഓവർ ഇഷ്ടവും കാര്യങ്ങളും അതിനോട് അങ്ങനെയൊന്നുമില്ല. പിന്നെ മഴയും കണ്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു രസം. അപ്പോൾ പല വെറൈറ്റിയിലും കഴിച്ചു എന്ന് മാത്രം. അങ്ങനെ ഞാനും മിനും കൂടി അവിടെ ഇരുന്നിട്ട് ഒരു 1-2 മാങ്ങയൊക്കെ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു മാങ്ങ. മധുരമുള്ള മാങ്ങയുണ്ടോ. എനിക്ക് ഈ വോയിസ് കൊടുക്കുമ്പോൾ പോലും അപ്പോൾ കഴിച്ച ആ ഒരു മാങ്ങയുടെ ടേസ്റ്റിൻ്റെ നാവിലുണ്ട് കേട്ടോ. അത്രക്കും മധുരമുള്ള മാങ്ങയായിരുന്നു. എനിക്ക് ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ മാങ്ങയാണ്. വേറെ ഫ്രൂട്ട്സിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. മാങ്ങയാണെങ്കിൽ എത്ര കിട്ടിയാലും കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഈ മാങ്ങയൊക്കെ കഴിച്ച് പിന്നെ 4 മണി ചായയൊക്കെ കുടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
ഞാൻ 2 ദിവസമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് എനിക്ക് മാങ്ങ കട്ട് ചെയ്യണതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഷോർട്സിലൊക്കെ ഒരുപാടുണ്ട് ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിരുന്നു അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് പോകും. പക്ഷെ ഇപ്പോൾ എനിക്ക് ശരിക്കും പറ്റുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചായ കുടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നാത്തും ബസ് കയറ്റി തരാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടുന്ന് ബസ്സിന് പോരുന്നത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് കയറട്ടോ. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.